ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നല്ലൊരു ഗുഡ് മോർണിംഗ് പറഞ്ഞുകൊണ്ട് തന്നെ നമ്മുടെ പവിത്രം സീസൺ 2 ഇന്നത്തെ ഫുൾ വിശേഷം നമുക്കൊന്ന് കേട്ടു നോക്കിയാലോ. നമ്മുടെ വീഡിയോസ് ഒക്കെ കേൾക്കുന്നതിനോടൊപ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കണ്ട കേട്ടോ. ഒപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യുക. അങ്ങനെ നമ്മുടെ പവിത്രം സീസൺ 2 ഇന്നത്തെ 5 എപ്പിസോഡുകളാണ് നമ്മൾ പറയുന്നത് കേട്ടോ. അപ്പം എല്ലാ ഒരുവിധം ഒരു ചുരുക്കിയാണ് ഞാൻ പറയുന്നത്. നമ്മുടെ വീഡിയോസ് ഒക്കെ ഒന്ന് സ്കിപ്പ് ചെയ്യാണ്ട് കേൾക്കാനായിട്ട് ശ്രമിക്കണം കേട്ടോ. അപ്പൊ ഫസ്റ്റ് എന്നെ കാണിക്കുന്നത് നമ്മുടെ ഗൗരിക്കുട്ടിയുടെയും അതുപോലെ തന്നെ നമ്മുടെ വിക്രത്തെയാണ് കാണിക്കുന്നത്. അതായത് സ്കൂളിൽ മോളുടെ ആ ഒരു കുറച്ച് ഫ്രണ്ട്സുമായിട്ടൊക്കെ ഉള്ള കാര്യങ്ങളും അതുപോലെ ഫ്രണ്ട്സുമായിട്ടൊക്കെ സ്കൂൾ ബസ്സിൽ പോകുമ്പോൾ പാട്ടൊക്കെ പാടി ആ ഒരു സന്തോഷത്തോടെ പോവാണ്. അപ്പം ബോഡി ഗാർഡ് എന്ന രീതിയിൽ നമ്മുടെ വിക്രം മോളുടെ സ്കൂൾ ബസ് ഫോളോ ചെയ്യണം. അപ്പൊ സ്കൂൾ ബസ്സിൽ ഇരിക്കുന്ന മോളുടെ കുറച്ച് ഫ്രണ്ട്സ് മോളെ കളിയാക്കുന്നുണ്ട്. കാര്യം വേറൊന്നുമില്ല, അയ്യേ നിനക്ക് പോകാൻ പേടിയായതുകൊണ്ടാണോ നിന്റെ വീട്ടിൽ നിന്ന് എപ്പോഴും ബോഡി ഗാർഡ് വരുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് ഗൗരിമോളെ എല്ലാവരും കൂടെ ഒന്ന് കളിയാക്കുന്ന ഒരു സീനൊക്കെയാണ് കേട്ടോ. ഇത് കേൾക്കുമ്പോൾ ഗൗരിമോൾക്ക് ദേഷ്യം വരെയാണ്. അങ്ങനെ ഗൗരിമോള് ആ ബസ് നിർത്തിയിട്ട് വിക്രത്തിന്റെ അടുത്തോട്ട് ചെല്ലുക. അപ്പൊ വിക്രം വണ്ടി നിർത്തുകയാണ്, റോഡ് സൈഡിൽ വെച്ചിട്ടാണ്. അതെ, ഇനി മുതൽ നിങ്ങൾ എന്റെ കൂടെ വരണ്ട, ഗോ ബാക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് ദേഷ്യപ്പെട്ടിട്ട് സ്കൂൾ ബസ് കയറിപ്പോ. അപ്പൊ വിക്രം എന്ത് ചെയ്യുന്ന വെച്ചാൽ മോക്ക് അത് അങ്ങനെ പറഞ്ഞാലും വിക്രത്തിന് ഒഴിഞ്ഞു മാറാൻ പറ്റില്ലല്ലോ. അങ്ങനെ വിക്രം സ്കൂളിന്റെ വെളിയിൽ തന്നെ, അതായത് ക്ലാസ്സിൽ നിന്നും ഫ്രണ്ടിൽ ആ ഓഫീസ് റൂമിന്റെ അവിടെ തന്നെ വെയിറ്റ് ചെയ്തിരിക്കും കേട്ടോ. അപ്പോ ഗൗരിമോള് വന്നിട്ട് പറയും, അതെ നിങ്ങളോട് ഞാൻ പറഞ്ഞതല്ലേ എന്നെ ഇങ്ങനെ ഫോളോ ചെയ്ത് വരണ്ട, ഇവിടെ ഇരിക്കണ്ട, വീട്ടിൽ പൊക്കോളാൻ. അപ്പം വിക്രം പറഞ്ഞു, അയ്യോ അത് പറ്റില്ല, മോളുടെ അച്ഛനെ എൻ്റെ അടുത്ത് അങ്ങനെ പോയി കഴിഞ്ഞാൽ അച്ഛൻ വഴക്ക് പറയും, അത് സാരമില്ല ഞാൻ അച്ഛനോട് പറഞ്ഞോളാം എന്നൊക്കെ പറയും കേട്ടോ. പക്ഷെ ഇങ്ങനെയാണെങ്കിലും വിക്രം പോവാണ്ട് അവിടെ തന്നെ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കും. മോക്ക് ദേഷ്യമാണ്. കാരണം മോക്ക് അങ്ങനെ ഫ്രണ്ട്സിന്റെ ഒക്കെ മുന്നിൽ അങ്ങനെ കളിയാക്കണോ, അവരെല്ലാരും കളിയാക്കണോ, നിനക്ക് പേടിയായതുകൊണ്ടല്ലേ ബോഡി ഗാർഡ് വരുന്ന എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ചമ്പുകന്റെ കൂടെ ഭയങ്കര ദേഷ്യമാണ് ഗൗരിമോക്ക്. അങ്ങനെ മിസ്സിന്റെ അടുത്ത് എന്ന് പറയുന്നുണ്ട്, എനിക്ക് ബോഡി ഗാർഡ് വേണ്ട മിസ്സേ. അയ്യോ അത് പറ്റില്ല, മോളുടെ അച്ഛനല്ലേ പിന്നെ ബോഡി ഗാർഡിനെ ഏർപ്പാട് ചെയ്തേക്കണേ, അങ്ങനെ വേണ്ടെന്ന് വെച്ചാലേ അയാളെ വഴക്ക് പറയില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് മിസ് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പക്ഷെ എങ്കിലും ഗൗരിമോക്ക് ഒരു നാണക്കേട് പോലെയാണ്. അങ്ങനെ ഗൗരിമോള് ചമ്പുകനെ എങ്ങനെ ഓടിക്കണം ഇവിടുന്ന്, അതിനെന്താ പോംവഴി എന്ന് പറഞ്ഞ് ആലോചിച്ച് ഇങ്ങനെ ഇരിക്കുന്ന ആ സമയമാണ്. ഈ സമയം നമ്മുടെ വേദയെ കാണിക്കുന്നുണ്ട്. വേദ ഓഫീസിലാണ്. അപ്പൊ രണ്ടുപേര് വേദയെ കാണാൻ വേണ്ടിയിട്ട് അവിടെ സെക്യൂരിറ്റിയുടെ അടുത്ത് കിടന്ന് ബേളം വെക്കുന്നുണ്ട്. അങ്ങനെ വേദ സെക്യൂരിറ്റിയെ വിളിച്ചിട്ട് പറയുന്നുണ്ട്, അവരെ കടത്തി വിടാനായിട്ട് പറയുന്നുണ്ട്. അപ്പൊ അത് രണ്ടുപേരാണ്, ഒരാണ് ഒരു പെണ്ണ്. ഒരു ധനേഷ് എന്ന് പറഞ്ഞതും ഒരു മല്ലി എന്ന് പേരുള്ള രണ്ട് വ്യക്തികളാണ്. അതായത് അവര് വീട്ടുകാരെ അവര് തമ്മിൽ പരസ്പരം സ്നേഹിച്ച് വീട്ടുകാർ ഭയങ്കര എതിർപ്പും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഈ മല്ലിയുടെ ആങ്ങളമാരൊക്കെ നമ്മുടെ ധനേഷിനെ പിന്നെ പല കേസിലൊക്കെ കുടുക്കി ആകെ ഒരു ബുദ്ധിമുട്ടായിട്ട് നിൽക്കുകയാണ്. അങ്ങനെ അവർക്ക് രണ്ടുപേരും പരസ്പരം ഇഷ്ടപ്പെട്ടതുകൊണ്ട് അവർ പോയി വിവാഹം നടത്തി. അപ്പൊ വിവാഹം കഴിഞ്ഞ ഉടനെ എന്തായാലും അവര് മല്ലിയുടെ വീട്ടുകാർ എന്തായാലും ധനേഷിനെ ഉപദ്രവിക്കും എന്നുള്ള ഒരു പേടി ഭയം ഉള്ളതുകൊണ്ട് പിന്നെ പോലീസുകാർ മൊത്തം ഈ മല്ലിയുടെ സഹോദരങ്ങളെ കൂടെയാണ്. അപ്പൊ ധനേഷിന് അത് ജീവൻ ആപത്ത് വരും എന്ന് കരുതി ഇവര് കല്യാണം കഴിഞ്ഞ നേരെ വന്ന് ഒരു കളക്ടർ ഓഫീസ് കണ്ടപ്പോൾ കളക്ടറെ കാണാനായിട്ട് കയറി വന്നതാണ്. അപ്പൊ മേഡം ഞങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും സഹായം ചെയ്തു തരണം, പോലീസുകാരുടെ ഭാഗത്ത് നിന്ന് നമുക്കൊരു സപ്പോർട്ടും കിട്ടില്ല, കാരണം അവരൊക്കെ ഇവളുടെ വീട്ടുകാരുമായിട്ട് ഫുൾ സപ്പോർട്ടാണ്. അപ്പൊ മേഡം എന്തെങ്കിലും ഒന്ന് ചെയ്തു തരുമോ എന്നൊക്കെ ചോദിക്കും. ആ സമയം വേദ പറയുന്നുണ്ട്, നിങ്ങൾ പേടിക്കേണ്ട, നേരെ നിങ്ങൾ CIP കണ്ടോളാൻ പറഞ്ഞു. അങ്ങനെ നിങ്ങൾ പരാതി കൊടുക്കാനായിട്ട് ചെല്ലുമ്പോൾ തന്നെ എന്റെ കോള് വരും, കോടതിയിൽ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുഴപ്പമൊന്നും ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞ് അവരെ ധൈര്യമായിട്ട് പറഞ്ഞു വിടേണ്ട. ഈ സമയം വേദ വർഷങ്ങൾക്ക് മുന്നേ നടന്നൊരു സംഭവം, അതായത് വിക്രം വേദ ആദ്യമായിട്ട് ആ ഒരു അമ്പലത്തിൽ വെച്ച് താലി ചാർത്തുന്ന ഒരു സീനാണ്. അതായത് വിക്രം ചെന്ന ഒരു പെൺകുട്ടിയുടെ കഴുത്തിൽ നിന്ന് ആ മാല പൊട്ടിച്ച് കളഞ്ഞിട്ട് ആ പെൺകുട്ടീനെ വണ്ടി കയറ്റി കൊണ്ടുപോകണം. അന്ന് ഗുണ്ടായിട്ട് നടക്കുന്ന സമയമാണ്. ആ സമയത്താണ് വേദ എതിർക്കണത്. ഇന്ന് ഒരു വളരെ പ്രധാനപ്പെട്ട ദിവസമാണ്. ഇന്ന് വിവാഹം കഴിക്കുന്നവർക്ക് 7 ജന്മം വരെയും ഭാര്യ ഭർത്താക്കന്മാരായിട്ട് ജീവിക്കാനുള്ള ഭാഗ്യം ഉണ്ടാകും എന്നുള്ള ആ ഒരു ഇതൊക്കെ പറയണേ. അത് കേട്ടിട്ടാണ് നമ്മുടെ വിക്രം വേദയെ ആ സമയത്ത് അന്ന് താലി ചാർത്തുന്നത്. ഒരു വാശിക്ക് ചാർത്തിയതാണ് താലി. അങ്ങനെ അവരുടെ ആ ഒരു വിവാഹം നടന്ന ആ നിമിഷങ്ങളും ആ ജീവിതവും ഒക്കെ നമ്മുടെ വേദ ഇങ്ങനെ ആലോചിച്ച് ഇങ്ങനെ ഇരിക്കുന്ന സമയമാണ് കേട്ടോ.
ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നതെന്ന് പറയുന്നത് നമ്മുടെ ഗൗരിമോളെയാണ്. അതായത് ഗൗരിമോള് അന്ന് ഉച്ചയ്ക്ക് ലഞ്ച് കഴിക്കാനായിട്ട് വേണ്ട എന്ന് പറഞ്ഞിരിക്കുകയാണ്. അപ്പം മിസ് എന്ത് ചെയ്യുന്ന വെച്ചാൽ ബാക്കി കുട്ടികളുടെ അടുത്തൊക്കെ ഫുഡെല്ലാം കഴിക്കാൻ പറഞ്ഞിട്ട് ഗൗരിമോളെയും കൂട്ടി നേരെ നമ്മുടെ വിക്രത്തിന്റെ അടുത്ത് വരെയാണ്. അതെ, മോള് ഫുഡ് കഴിക്കുന്നില്ല, ആ കഴിപ്പിക്കുന്നതിലും ബോഡി ഗാർഡിന് ഉത്തരവാദിത്വം ഉണ്ട്, അതുകൊണ്ട് വേഗം കഴിപ്പിക്കാൻ പറയും. അപ്പം ഫുഡൊക്കെ തുറന്നു വെച്ച് കഴിയുമ്പോൾ മോള് കഴിക്കാം എന്ന് പറയും, ഇല്ലെങ്കിൽ പപ്പയെ വിളിച്ച് പറയും എന്ന് പറഞ്ഞ് വിക്രം പേടിപ്പിക്കുമ്പോൾ എന്നാൽ കുറച്ച് ഞാൻ കഴിക്കാന്ന് പറഞ്ഞ് ഗൗരിമോള് കഴിക്കാനായിട്ടൊക്കെ നിൽക്കുകയാണ്. അപ്പൊ ആ സമയത്ത് വിക്രത്തിനൊരു കോള് വരെയാണ്, നമ്മുടെ മാഷിന്റെ കോളാണ് കേട്ടോ വരുന്നത്. അതായത് നമ്മുടെ മാഷിന്റെ കൂടെ താമസിക്കുന്ന മറ്റേ അരവിന്ദൻ എന്ന് പറഞ്ഞ ആള് ജസ്റ്റ് ഒന്ന് വീണ് തല ഒന്ന് പൊട്ടുകയാണ്. അങ്ങനെ മാഷ അയാളെയും കൊണ്ട് ആമി വർക്ക് ചെയ്യുന്ന അതേ ഹോസ്പിറ്റലിൽ തന്നെ ചെല്ലിയും അയാളുടെ ബ്ലഡ് ഒക്കെ ഒത്തിരി തല പൊട്ടിയിട്ട് പോകുന്നുണ്ട്. പക്ഷെ അവിടെ ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അരവിന്ദന് കുഴപ്പങ്ങളൊന്നുമില്ല. പക്ഷെ അത് കണ്ട് നമ്മുടെ ആമിക്ക് പെട്ടെന്നൊരു ബോധക്ഷയം വരികയും ആമി അഡ്മിറ്റ് ചെയ്യുകയും ചെയ്യാണ്. അപ്പം ആമി ഇപ്പൊ ഒബ്സർവേഷനിലാണ്. അപ്പൊ ആ വിവരങ്ങളൊക്കെ പറയാനായിട്ട് നമ്മുടെ മാഷ് വിക്രത്തിനെ വിളിക്കുന്ന ഒരു സീനാണ്. അയ്യോ അച്ഛൻ ഞാനിപ്പോ അങ്ങോട്ട് വരണോ എന്നൊക്കെ വിക്രം ചോദിക്കുന്നുണ്ട്. അപ്പം മാഷ് വേണ്ട, കുഴപ്പമൊന്നുമില്ല, അരവിന്ദൻ എന്തായാലും കുഴപ്പമില്ല, ഓക്കെയാണ്, പിന്നെ ആമി ഇപ്പൊ ഒബ്സർവേഷൻ ആണ്, അപ്പൊ അത് കഴിഞ്ഞിട്ട് അവര് പറയുമെന്നാ പറഞ്ഞ്. അങ്ങനെ ഈ സമയം നമ്മുടെ ഗൗരിക്കുട്ടി എന്ത് ചെയ്യുന്ന വെച്ചാൽ ഈ ഫുഡ് കഴിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ഉറുമ്പിനെ, അവരൊരു മരത്തിന്റെ ചുവട്ടിലിരുന്നാണ് ഫുഡ് കഴിക്കാനായിട്ട് ഇരുന്ന, അവിടെ നിന്ന് ഒരു ഉറുമ്പിനെ പിടിച്ച് പതുക്കെ ആ ലഞ്ച് ബോക്സിനകത്ത് ഇടും കേട്ടോ. അപ്പൊ പിന്നെ ആ ഫുഡ് കഴിക്കണ്ടല്ലോ. അങ്ങനെ വിക്രം കോളൊക്കെ ചെയ്ത് തിരിച്ചു വരുമ്പോൾ പറയും, അതെ, ഈ ഉറുമ്പ് വീണ ഫുഡ് ഞാൻ എങ്ങനെയാ കഴിക്കണേ, ഇത് കഴിക്കാൻ പറഞ്ഞാൽ ഞാൻ എൻ്റെ അച്ഛനോട് പറഞ്ഞു കൊടുക്കുമെന്ന് പറഞ്ഞ് വലിയ ഷോ കാണിക്കണേ. അപ്പോഴേക്കും മിസ് വരുന്നുണ്ട്. അപ്പം മിസ് ചോദിക്കും, ഇതുവരെ കഴിച്ചില്ലേ? അപ്പം വിക്രം പറഞ്ഞു, അതെ, ഞാൻ പോയി വേറെ ഫുഡ് വാങ്ങിക്കൊണ്ടുവരാം, മോള് ഇതിൽ ഉറുമ്പ് വീണിട്ട് കഴിക്കുന്നില്ല. അപ്പോഴേക്കും നമ്മുടെ മിസ് ചോദിക്കും, ഇത് ഉറുമ്പ് വീണതാണോ അതോ ഗൗരിക്കുട്ടി ചാടിച്ചതാണോ എന്നൊക്കെ ചോദിക്കും കേട്ടോ. അവർക്ക് രണ്ടുപേർക്കും മനസ്സിലായി ഗൗരിമോള് കഴിക്കാതിരിക്കാൻ വേണ്ടി പണി ഒപ്പിച്ചതാണെന്ന്. അപ്പൊ എന്നാ പോയി ബോഡി ഗാർഡ് ഫുഡ് മേടിച്ചോണ്ട് വരട്ടെ, അതുവരയ്ക്കും ക്ലാസ്സിൽ പോയിരിക്കാന്നും പറഞ്ഞ് ഗൗരിയെ ക്ലാസ്സിലോട്ട് കൊണ്ടുപോവേണം കേട്ടോ. അപ്പൊ ഈ സമയത്ത് നമ്മുടെ വിക്രം എന്ത് ചെയ്യുന്ന വെച്ചാൽ ഹോസ്പിറ്റലിൽ വരെ ഒന്ന് പോകുന്നുണ്ട്. അപ്പം മാഷിനെ ഒന്ന് പോയി കാണുന്നുണ്ട്. മാഷിനെ കണ്ടപ്പോൾ മാഷ് പറഞ്ഞ കുഴപ്പമില്ല, അരവിന്ദൻ മരുന്ന് മേടിക്കാൻ വേണ്ടി പോയിക്കാം, അയാൾക്ക് പ്രോബ്ലം ഒന്നുമില്ല, സ്കാനൊക്കെ ചെയ്ത് നോക്കി, സ്റ്റിച്ച് ഉണ്ട് എന്നുള്ളത് മാത്രമേ ഉള്ളൂ എന്നൊക്കെ പറയാം. അപ്പൊ ആമി ഇപ്പൊ എഴുന്നേറ്റു എന്നൊരു സിസ്റ്റർ വന്ന് പറയും, ഓക്കെ ആയി, നോർമൽ ആയിട്ടുണ്ട്, ബോധമൊക്കെ വന്നു. അപ്പോ വിക്രം ഒന്ന് പോയി കണ്ടിട്ട് വരട്ടെ എന്ന് പറഞ്ഞ് വിക്രം അകത്തോട്ട് കയറുമ്പോൾ ആമി വിക്രത്തെ നോക്കുന്നുണ്ട്. അപ്പൊ പറഞ്ഞു, ഞാൻ ഡൗൺ ആയി തുടങ്ങി വിക്രം, ഇനി എന്താണെന്നറിയില്ല, ആ സമയത്ത് എനിക്ക് വേണ്ടപ്പെട്ട ഒന്നോ രണ്ടോ പേരെ മാത്രമേ ഞാൻ നോക്കാറുള്ളൂ, അവരോട് മാത്രമേ സംസാരിക്കാറുള്ളൂ, എനിക്ക് മറ്റാരെയും കാണുന്ന ഇഷ്ടമില്ല എന്നൊക്കെ ആമി പറയണ. അപ്പൊ വിക്രത്തിന്റെ അടുത്ത് അവിടെ ഇരിക്കാൻ പറയാം. അങ്ങനെ ആ ആമി കിടക്കുന്ന ബെഡിന്റെ, ഹോസ്പിറ്റൽ ആ ബെഡിന്റെ അവിടെ തന്നെ ചെയറുണ്ടെന്ന് അതിൽ ഇരിക്കുകയാണ്. എന്നിട്ട് ആമി വിക്രത്തിന്റെ കൈ പിടിക്കും. അപ്പൊ വിക്രം പെട്ടെന്ന് ചാടി എഴുന്നേക്കും. അപ്പോഴേക്കും പറയും, അതെന്താ, എന്നെ പേടിയാണോ വിക്രമിനെന്ന് ആമി ചോദിക്കുക. ഏയ് അതൊന്നും ഇല്ലാന്ന് വെച്ചിട്ട് വിക്രം പിന്നെ സ്റ്റൂൾ ഇങ്ങനെ നീക്കിയിട്ട് ആമിയുടെ അടുത്ത് ഇരിക്കുകയാണ്. എന്നിട്ട് അവർ തമ്മിൽ സംസാരിക്കണം. അപ്പൊ ആമി വിക്രത്തിന്റെ കൈ പിടിച്ചാണ് സംസാരിക്കുന്നത്. അതെ, അച്ഛൻ എന്തെങ്കിലും പെട്ടെന്ന് വന്നു എന്ന് കേട്ടപ്പോൾ എനിക്ക് ആകെ പെട്ടെന്നൊരു ടെൻഷൻ കയറി, അതാണെന്ന് പറയാം. ഇവര് കൈ പിടിച്ചിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മുടെ ആമിയുടെ അച്ഛൻ അരവിന്ദൻ കയറി വരുന്നത്. അങ്ങനെ അരവിന്ദൻ ഇവർ സംസാരിച്ചിരിക്കുന്ന കാണുമ്പോൾ ആയിരിക്കും എന്ന് പറഞ്ഞിട്ട് പുറത്തോട്ട് ഇറങ്ങിപ്പോവും. എന്നിട്ട് മാഷിനോട് പറയും, ആമിയും വിക്രമും കൂടെ സംസാരിക്കുന്നുണ്ട്, അവർക്ക് അതാണ് ഒരു ആശ്വാസമെങ്കിൽ അവർ സംസാരിക്കട്ടെ എന്ന് പറയും. അപ്പൊ മാഷിന് ഈ അരവിന്ദനെ മനസ്സിലാവുന്നില്ല. വിക്രം എന്താണെന്ന്, വിക്രമിന്റെ ജീവിതം എന്താണെന്നും സത്യം പറഞ്ഞ ആമിക്കോ അരവിന്ദനോ ഒന്നും അറിയില്ല. വിക്രം വേദയ്ക്ക് വേണ്ടി മാത്രം ജീവിച്ചിരിക്കുന്ന ഒരാളാണ് അല്ലെ, വേദയെ കണ്ടെത്താനുള്ള ഒരു ശ്രമത്തിലാണ്. അപ്പൊ അതിൻ്റെ ഇടയിൽ ഈ ആമി എന്ന് പറയുന്ന പെൺകുട്ടിയുടെ മനസ്സിൽ ഇനി വേണ്ടാത്ത ഓരോ ചിന്തകളൊക്കെ വരുവോ എന്നുള്ളതാണ് മാഷിന്റെ ആലോചന. ഇതിനിടയിൽ മാഷ് ആലോചിക്കുന്നുണ്ട് വേദയെ വിക്രമും തമ്മിലുള്ള ആ നിമിഷങ്ങൾ. അതായത് ആദ്യകാലത്തൊന്നും വേദയെ വിക്രമിന് ഭാര്യയായിട്ട് അംഗീകരിച്ചിട്ടില്ലല്ലോ. അപ്പം ആ വേദയെ പറഞ്ഞ് മാഷ് മനസ്സിലാക്കുന്നുണ്ട്, നല്ലൊരാളായിട്ട്, നല്ലൊരു വ്യക്തിയായിട്ട് അവനെ കൊണ്ടുവരേണ്ട ചുമതല മോൾക്കാണ്. അപ്പൊ ആ ഒരു പഴയ കാലങ്ങളൊക്കെ നമ്മുടെ മാഷ് ആ നിമിഷം ഹോസ്പിറ്റലിൽ ഇരുന്ന് ഇങ്ങനെ ആലോചിക്കുകയാണ്. പക്ഷെ മാഷിന്റെ ഉള്ളില് ഈ ആമിയുടെയും അതുപോലെ അരവിന്ദന്റെയും തെറ്റിദ്ധാരണ ഇനിയിപ്പോ എങ്ങനെ മാറ്റും എന്നുള്ള ഒരു ചിന്താഗതിയൂടെ ഉണ്ട്. കാരണം അവരുടെ ഉള്ളില് അവർക്ക് ഒരു ദിവസം പറഞ്ഞല്ലോ മാഷിനോട്, ആമിക്ക് വേണ്ടി വിക്രത്തിനെ ആലോചിക്കട്ടെ എന്ന് നമ്മുടെ അരവിന്ദൻ മാഷിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ മാഷിന്റെ ഉള്ളിൽ കിടക്കുകയാണ്. അത് ഇനി എന്തെങ്കിലും അവർക്ക് അങ്ങനെ വേണ്ടാത്ത ഒരു ചിന്തകളൊക്കെ വന്ന ആ കുട്ടി വെറുതെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ആലോചിച്ച് അതൊരു ബുദ്ധിമുട്ടാവുമല്ലോ.
അപ്പൊ അതുകൊണ്ട് മാഷിന് ആ ഒരു ചിന്തയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ വിക്രം ആമയും കണ്ടിട്ട് അവിടെ നിന്ന് ഇറങ്ങിയാണ്. ഈ സമയം നമ്മുടെ ഗൗരിക്കുട്ടി നമ്മുടെ വിക്രത്തിനിട്ട് ഒരു ചെറിയൊരു പണി കൊടുക്കും കേട്ടോ. അതായത് സ്കൂൾ ബസ് വന്നു, അപ്പം നമ്മുടെ വിക്രം എത്തിയിട്ടില്ല, വിക്രം വരുന്നേ ഉള്ളൂ. അപ്പോഴേക്കും നമ്മുടെ ഗൗരി ചെന്ന് മിസ്സിന്റെ അടുത്ത്, മിസ്സേ ഞാൻ സ്കൂൾ ബസ് കയറി ഇരുന്നോട്ടെ എന്ന് ചോദിക്കും. അതിനെന്താ കയറിക്കൊന്ന് മിസ്സ് പറയാം. എന്നിട്ട് ആ ബസ്സിൽ നിൽക്കുന്ന ആ ആന്റിയുടെ അടുത്ത്, ആന്റി ഞാൻ ബസ്സിൽ കയറിട്ടെ എന്ന് പറഞ്ഞ്, ആ കയറിക്കോ മോളെ എന്ന് പറഞ്ഞ് കയറി ഇങ്ങനെ സ്റ്റെപ്പിന്റെ അവിടെ എത്തിയിട്ട് ബസ്സിന്റെ അവിടെ നിന്ന് നേരെ ഓടി അകത്ത് കയറാണ്ട് ബസ്സിന്റെ പുറകിൽ കൂടെ കയറി ആ ഗാർഡന്റെ അവിടെ പോയി ഒളിച്ചു നിൽക്കും കേട്ടോ. അപ്പം ഈ ആന്റി വിചാരിച്ച് കുട്ടി കയറിയെന്ന്. അങ്ങനെ ബസ് വിട്ടു. അപ്പം നമ്മുടെ ഗൗരിക്കുട്ടി അവിടെ ഒളിച്ചു നിൽക്കുകയാണ് കേട്ടോ. ഈ ബസ് സ്കൂളിന്റെ ഗേറ്റിൽ നിന്ന് വെളിയിലോട്ട് ഇറങ്ങണതും നമ്മുടെ വിക്രം കടന്നു വരെയാണ്. അപ്പം വിക്രം മോളും അതിൻ്റെ അകത്തുണ്ടല്ലോ. അപ്പൊ ഇനി ബസ് ഫോളോ ചെയ്ത് പോവാന്നും പറഞ്ഞ് വിക്രമും പോവുകയാണ്. പക്ഷെ നമ്മുടെ ഗൗരിയുടെ വീടെത്തിയിട്ട് ഗൗരി സ്കൂൾ ബസ്സിലില്ല. അപ്പം ആന്റി പറഞ്ഞു കയറിയതാണ്, പക്ഷെ കുട്ടികൾ പറയണു ബൈക്കിൽ പോകാൻ വേണ്ടി, ബോഡി ഗാർഡിന്റെ കൂടെ ബൈക്കിൽ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിപ്പോയി എന്നുള്ളതൊക്കെ പറയണ. അവിടെ ചെന്നപ്പോ നമ്മുടെ തരുണിന്റെ അമ്മയൊക്കെ നോക്കുമ്പോ കൊച്ചില്ല. അപ്പം വിക്രത്തിനെയും വഴക്ക് പറയുന്നുണ്ട്, ആന്റിയും വഴക്ക്, നിങ്ങൾ എന്ത് റെസ്പോൺസിബിലിറ്റിയാണ്, കുട്ടി കയറിയോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾ കൺഫേം ആക്കണ്ടേ എന്നൊക്കെ പറഞ്ഞിട്ട് തരുണിന്റെ അമ്മ ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്യണ. അവസാനം വിക്രമും തരുണിന്റെ അമ്മ അവരെ കാറും കൊണ്ട് എല്ലാരും കൂടെ നേരെ സ്കൂളിൽ പോയിട്ട് മൊത്തം അരിച്ചു പെറുക്കണ. ആ സമയം നമ്മുടെ ഗൗരിക്കുട്ടി അവിടെ നിന്ന് ഒളിഞ്ഞു നോക്കുന്നുണ്ട് കേട്ടോ. ക്ലാസ് റൂമൊക്കെ പൂട്ടി, മോള് ഗാർഡന്റെ അവിടെ തന്നെ നിൽക്കുകയാണ്. അവസാനം വിക്രത്തിന് ശരിക്കും വഴക്ക് പറയണ്. അപ്പൊ മോള് നോക്കുമ്പോ ചമ്പുകന് നല്ല ചീത്ത കേൾക്കുന്നുണ്ട്. ഒരു ഉത്തരവാദിത്വം ഇല്ലാത്ത താൻ എവിടെ പോയടോ, ആർക്ക് വായു ഗുളിക മേടിക്കാൻ പോയതാ, സ്കൂൾ വിടുന്ന ടൈമിൽ ഇവിടെ നിൽക്കണ്ടേ. അപ്പൊ വിക്രം പറഞ്ഞു, മാഡം ഒരു 10 മിനിറ്റ് വൈകി പോയതാ, ഞാൻ ഹോസ്പിറ്റലിൽ വരെ ഒന്ന് പോയതാ, ഇനിയിപ്പോ എന്ത് പറയാനെന്നും പറഞ്ഞിട്ട് തരുണിന്റെ അമ്മ ഭയങ്കരമായിട്ട് ടെൻഷൻ അടിക്കണേ. അപ്പോഴേക്കും നമ്മുടെ ഗൗരിക്കുട്ടി അവിടെ നിന്ന് ചിരിക്കുക. അപ്പൊ അവര് നോക്കുമ്പോ ദേ നിൽക്കുന്നു. അങ്ങനെ പിടിച്ചുകൊണ്ട് വന്നിട്ട് നമ്മുടെ തരുണിന്റെ അമ്മ ശരിക്കും വഴക്ക് കൊടുക്കുകയാണ്. അപ്പം തരുണിന്റെ അമ്മ ഈ ചമ്പുകന്റെ ആ ഒരു ഇത് കാർട്ടൂണിലെ രാക്ഷസിയാണെന്നൊക്കെ പറഞ്ഞ് കുറെ പറയുന്നുണ്ട്. അപ്പം തരുണിന്റെ അമ്മയ്ക്ക് ഭയങ്കര ദേഷ്യം പറയുന്നത്, നിനക്ക് കുസൃതി കുറച്ച് കൂടുന്നുണ്ടെന്നൊക്കെ പറഞ്ഞ് വീട്ടിൽ അച്ഛൻ വരട്ടെ നിനക്ക് അടി മേടിച്ച് തരുന്നുണ്ടെന്നൊക്കെ പറഞ്ഞ് ഒച്ചയെടുക്കുക. അപ്പൊ നമ്മുടെ വിക്രം പറയുന്നുണ്ട്, അയ്യോ മാഡം ഇപ്രാവശ്യത്തേക്ക് മോളം വെറുതെ വിട്, വഴക്ക് പറയണ്ട എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ എങ്കിലും ഗൗരിക്കുട്ടീനെ വഴക്ക് പറഞ്ഞതുകൊണ്ട് ഗൗരിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. വിക്രം ആശ്വസിപ്പിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ വീട്ടിലെത്തി കഴിയുമ്പോൾ വിക്രമും അതുപോലെ ഗൗരിക്കുട്ടിയും തമ്മിലുള്ള പിണക്കമൊക്കെ മാറി. അപ്പൊ വിക്രം ചോദിച്ചു, എന്തിനാ ഒളിച്ചിരുന്ന? അത് ചമ്പുകന് നല്ല വഴക്ക് കിട്ടാൻ വേണ്ടി, ചമ്പുകനെ പറ്റിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഒളിച്ചിരുന്നതെന്നൊക്കെ ഗൗരിക്കുട്ടി പറയുന്ന സീനാണ് കേട്ടോ. പിന്നീട് നമ്മുടെ വിക്രം രാത്രി അങ്ങനെ ഇരിക്കണം. അപ്പൊ മോളുടെ അവിടെ തന്നെയാണല്ലോ, കാരണം തരുണും നമ്മുടെ വേദിയൊന്നും വന്നിട്ടില്ല. അപ്പോൾ അവര് വെള്ളിയാഴ്ച വൈകിട്ട് വന്ന ശേഷമേ നമ്മുടെ വിക്രത്തിന് പിന്നെ തിരിച്ച് വീട്ടിലോട്ട് പോകാൻ പറ്റത്തുള്ളൂ. അപ്പൊ അന്ന് അങ്ങനെ കിടക്കാനായിട്ട് ഇന്നപ്പോ നമ്മുടെ ഷീല അവിടുത്തെ സെർവന്റ് വന്നിട്ട് പറഞ്ഞു, അവിടെ റൂമില് ഇതൊക്കെ വിരിച്ചിട്ടുണ്ട്, അപ്പൊ വേണ്ട ഞാൻ ഇവിടെ കിടന്നോളാന്ന് നമ്മുടെ വിക്രം പറയും കേട്ടോ. ആ സമയത്ത് നമ്മുടെ ഗൗരിക്കുട്ടി ഒരു ടെന്റ് അടിക്കുന്ന സംഭവം കൊണ്ട് കൊടുക്കുകയാണ്. അതായത് ഈ നമ്മുടെ തരുൺ എവിടെയെങ്കിലും ടൂറൊക്കെ പോകുന്ന സമയത്ത് ഉപയോഗിക്കുന്ന സാധനമാണ്. അപ്പൊ അത് മുറ്റത്ത് അടിച്ചിട്ട് അവിടെ കിടക്കാനൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ഷീലയും നമ്മുടെ വിക്രമൊക്കെ ചേർന്ന് അവിടെ ടെന്റ് ഒക്കെ അടിച്ച് വിക്രം അതിന്റെ അകത്ത് കിടക്കുകയാണ് കേട്ടോ. അപ്പൊ ഷീല പറഞ്ഞു, തണുപ്പായിരിക്കും, വേണമെങ്കിൽ അകത്ത് കിടക്കാം. അത് കുഴപ്പമില്ല. അങ്ങനെ നമ്മുടെ ഗൗരിക്കുട്ടിക്കും വേറൊന്നുമില്ല ഉദ്ദേശം, അതായത് വിക്രത്തിനെ പാക്കാൻ തവളയോ അല്ലെങ്കിൽ അവരൊക്കെ അങ്ങനെയുള്ള കാർട്ടൂണിലെ ആൾക്കാർ വന്ന് വിക്രത്തെ ആക്രമിച്ച് വിക്രത്തെ അവിടെ നിന്ന് പറഞ്ഞു വിടണം. ബോഡി ഗാർഡ് എന്ന് പറയുന്ന ആൾ ഇനി വേണ്ട, ചമ്പുകം വേണ്ട എന്നുള്ളതാണ് നമ്മുടെ ഗൗരിക്കുട്ടിയുടെ ആഗ്രഹം. അപ്പൊ അതിനു വേണ്ടിയിട്ട് പ്ലാൻ ചെയ്താണ് മുറ്റത്ത് കൊണ്ട് കിടത്തുന്നത്. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ തന്നെ നമ്മുടെ വിക്രം വീട്ടിലോട്ട് പറയുന്നത്. കാരണം എന്ന് വെച്ചാൽ അന്ന് രാത്രിയിൽ മാഷി വിളിച്ചിട്ടുണ്ടായിരുന്നു. കാരണം ആമി പെട്ടെന്ന് ഒരു സ്വപ്നം കണ്ട് ആരൊക്കെയോ ഉപദ്രവിക്കാൻ പറഞ്ഞു, പിടിക്കാൻ പറഞ്ഞു. അങ്ങനെ ഒരു സ്വപ്നം കണ്ട് ആമി പേടിച്ച് കരയുന്ന സീനായിരുന്നു കേട്ടോ. അപ്പം നമ്മുടെ മാഷും പെട്ടെന്ന് എഴുന്നേൽക്കുന്നുണ്ട്, കാരണം ആമിയുടെ കരച്ചിൽ കേട്ടിട്ട്. അങ്ങനെ ആമിയുടെ അച്ഛൻ ആമിയെ സമാധാനിപ്പിക്കുന്നുണ്ട്, മോള് കരയുണ്ട്, കാരണം ആമിക്ക് ഇനി തൊട്ട് അങ്ങനത്തെ കുറച്ച് പ്രോബ്ലംസ് ഉണ്ടാവും. അങ്ങനെയാണ് ആ കുട്ടിയുടെ അങ്ങനത്തെ ഒരു ഒരു മൈൻഡാണ് ആമിയുടെ ആ രോഗം എന്ന് പറയുന്നത്. അങ്ങനെയാണ്. അങ്ങനെ ആമി സമാധാനപ്പെടുത്തി മാഷും ആമിയുടെ അച്ഛനും കൂടെയൊക്കെ ഉറക്കുന്നുണ്ട്. അങ്ങനെ പിറ്റേന്ന് ഇതറിഞ്ഞ് നമ്മുടെ വിക്രം വന്ന് തിരക്കുന്നുണ്ട്. അപ്പൊ ഇപ്പൊ കുഴപ്പമൊന്നും ഇല്ലാന്ന് പറയുന്നുണ്ട്. അപ്പൊ ഈ സമയത്ത് നമ്മുടെ ആമിക്ക് അത്ത ഇടാൻ വേണ്ടി, അത്തമാണ്. അപ്പൊ അത്ത ഇടാൻ വേണ്ടിയിട്ട് പൂക്കളൊക്കെ എടുത്തു വെച്ചെങ്കിലും ആമിക്ക് ഒരു മൂടില്ല. അങ്ങനെ ആമിയുടെ അച്ഛനാണ് അത്ത ഇടുന്നത്. അപ്പൊ മാഷ് പറയുന്നുണ്ട്, മോളും കൂടെ പോയി ഇട എന്ന് പറയും. ആ സമയത്ത് നമ്മുടെ വിക്രം വരികയും ഇന്നലെ എന്താ പറ്റിയെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പൊ മിണ്ടാണ്ടിരിക്കാനായിട്ട്.
കേട്ടോ ആമി. അങ്ങനെ വിക്രം ആമീനെ ഒന്ന് ഉത്സാഹപ്പെടുത്തി തോക്ക് ഇടാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ ആമിക്ക് പറ്റില്ല എന്ന് പറഞ്ഞ് എഴുന്നേറ്റ് പോവാം. മൊത്തത്തിൽ ഒരു ടയേർഡാണ് ആള്. അങ്ങനെ ആമിയുടെ അച്ഛൻ കൊണ്ടുപോയി ആമിയുടെ അടുത്ത് കിടക്കാന്ന് പറഞ്ഞ് റൂമിലോട്ട് കൊണ്ടുപോയി അവളെ കിടത്താം. ഈ സമയം നമ്മുടെ മാഷും അതുപോലെ വിക്രമും കൂടെ ചേർന്ന് തോക്കിടുകയാണ്. ആ സമയത്ത് മാഷ് നമ്മുടെ വിക്രത്തിനോട് ചോദിക്കുകയാണ്, അതായത് നിന്റെ മനസ്സിൽ ആമിയോടുള്ളത് ഒരു സുഹൃത്ത് ബന്ധം മാത്രമല്ലേ എന്ന് ചോദിക്കും. അതെന്താ അച്ഛൻ അങ്ങനെ ചോദിച്ചത്? അല്ല വിക്രം, ഞാൻ ചോദിച്ചതാണ്. കാരണം ആമിയുടെ അച്ഛനുണ്ടല്ലോ, ആമിയുടെ അച്ഛന്റെ മനസ്സില് അരവിന്ദന്റെ ഉള്ളില് എന്തൊക്കെയോ ചില കണക്ക് കൂട്ടലുകളൊക്കെ ഉണ്ട്. അപ്പൊ പറഞ്ഞു ഇതൊക്കെ ആമിക്ക് അറിയാലോ നിന്റെ മനസ്സ് എന്താണെന്നും. പിന്നില്ലാണ്ട് ആമിക്ക് വേദയുടെ കാര്യവും എല്ലാം അറിയാവുന്ന കുട്ടി തന്നെ, അവൾ അങ്ങനെ തെറ്റായിട്ട് ധരിക്കില്ല. പിന്നെ അവളുടെ അച്ഛന്റെ കേസ് അത് അച്ഛൻ തന്നെ അത് അരവിന്ദേട്ടന്റെ അടുത്ത് പറഞ്ഞ് സംസാരിച്ച് മനസ്സിലാക്കി കൊടുത്താൽ മതി. ഈ വിക്രമിന്റെ ജീവിതത്തിൽ വേദ അല്ലാണ്ട് മറ്റൊരു പെൺകുട്ടി ഒരിക്കലും ഉണ്ടാകില്ല എന്നുള്ളത് നമ്മുടെ വിക്രം പറയാണ്. അപ്പൊ അത് കേട്ടപ്പോ മാഷിന് ഒരു സമാധാനമാണ്. കാരണം വിക്രമിന്റെ ഉള്ളിൽ ഇനി ആമിയെ കുറിച്ച് എന്തെങ്കിലും ഒരു ഇഷ്ടമോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ ഇല്ലയോ എന്നൊന്നും അറിയില്ലല്ലോ. അപ്പൊ അത് കരുതിയിട്ട് വിക്രമിന്റെ അടുത്ത് ഒന്ന് ചോദിച്ചതാണ് നമ്മുടെ മാഷി കേട്ടോ. അത് കഴിഞ്ഞ് പിന്നീട് കാണിക്കുന്നത് നമ്മുടെ വിക്രം അന്ന് പറയാണ്ട് രാവിലെ വെളുപ്പിന് തന്നെ ഇങ്ങ് മാഷിന്റെ അടുത്ത് വന്നല്ലോ. അപ്പൊ രാവിലെ എഴുന്നേൽക്കുമ്പോ തരുണിന്റെ അമ്മ നോക്കുമ്പോ വിക്രമിന് വിശ്വത്തിന് അവിടെ വിശ്വം എന്ന പേരിലാണല്ലോ നമ്മുടെ വിക്രം അറിയുന്നത്. അവിടെ ഒന്നും ഇല്ല. അപ്പം പറയാണ്ട് പോയത് അറിഞ്ഞിട്ട് വേദ അറിയുന്നുണ്ട്, തരുണും അറിയുന്നുണ്ട്. അപ്പൊ വേദ പറയുന്നുണ്ട്, ഇങ്ങനെയൊക്കെ ഉത്തരവാദിത്വം ഇല്ലാത്ത ഒരാളെയാണോ തരുൺ ബോഡി ഗാർഡായിട്ട് നിയമിച്ച അമ്മ? എന്തിനാ ഇത്? ഓണത്തോടു കൂടി ഞാൻ ഇങ്ങ് മോളെ കൊണ്ടുവരാം, ഞാൻ അതൊക്കെ പറഞ്ഞ് ശരിയാക്കിക്കൊള്ളാം മോളെ, മോള് സമാധാനമായിട്ട് ഇരിക്കുക, അവളുടെ സ്കൂളും കാര്യങ്ങളൊക്കെ എന്താ അപ്പൊ ചെയ്യണത്, മോൾ അതുകൊണ്ട് സമാധാനപ്പെട്ടിരിക്കുന്നൊക്കെ തരുണിന്റെ അമ്മ വേദിയുടെ അടുത്ത് പറയുന്നുണ്ട്. ഈ സമയം തരുൺ അപ്പൊ തന്നെ നമ്മുടെ ആൻഡ്രൂസിനെ വിളിക്കുന്നുണ്ട്. അപ്പൊ ആൻഡ്രൂസ് വിക്രത്തെ വിളിക്കുന്നുണ്ട്, എടാ നീ എവിടെ പോയിക്കാം, ഒന്നും പറയാണ്ടാണോ പോണത്? അത് പെട്ടെന്ന് ഞങ്ങൾ താമസിക്കുന്ന വീടിന്റെ അവിടെയുള്ള കുട്ടിക്ക്, ആ വീടിനോട് അവിടെ താമസിക്കുന്ന ആ ഓണറിന്റെ കുട്ടിക്ക് പാടില്ലാണ്ടായി, അതാ സാറേ ഞാൻ വന്ന. എടാ ഇതൊക്കെ ഒരു ഉത്തരവാദിത്വമുള്ള ജോലിയല്ലേ? ആൻഡ്രൂസ് പറഞ്ഞു. അല്ല ഇനി അങ്ങനെ ഉണ്ടാവില്ല, നീ എന്നാ വേഗം തന്നെ അങ്ങോട്ട് ചെല്ലുക, തരുൺ സാറ് വിളിച്ച് ദേഷ്യപ്പെട്ടു എന്ന് പറയുന്നത്. ഈ സമയം നമ്മുടെ ഗൗരിക്കുട്ടിക്ക് ഭയങ്കര സന്തോഷമാണ്. കാര്യം വേറൊന്നുമല്ല, ചമ്പുകം പോയി കിട്ടിയല്ലോ. ചമ്പുകനെ ഇന്നലെ കോക്രാച്ചിയും ഒക്കെ ചേർന്ന് പിടിച്ചിട്ട് ചമ്പുകനെ ഓടിച്ചു വിട്ടു എന്നും പറഞ്ഞുകൊണ്ടാണ് ഗൗരിക്കുട്ടി ഇരിക്കുന്നത്. അപ്പൊ ഈ സമയം തരുൺ അമ്മയെ വിളിച്ച് സംസാരിക്കുമ്പോഴാണ് വിക്രം കടന്നു വരുന്നത്. അപ്പൊ വിക്രത്തിന്റെ കയ്യിൽ തരുൺ ഫോൺ കൊടുക്കാൻ പറയുമ്പോ അമ്മ ഫോൺ കൊടുക്കണം. അങ്ങനെ വിക്രത്തെയും വഴക്ക് പറയണേ, എടോ ഒരു ഉത്തരവാദിത്വം വേണ്ടേ, താൻ പോകുമ്പോ ഒന്ന് പറയണ്ടേ, ഞങ്ങളോട് പറയാണ്ട് പോയാ. ഇല്ല സാർ ഇനി അങ്ങനെ ഉണ്ടാകില്ല. അപ്പൊ ഇനി വെള്ളിയാഴ്ച ഞങ്ങൾ അവിടെ എത്തിയതിന് ശേഷം മോള് സ്കൂളിൽ നിന്ന് പോയി ഞങ്ങളെ ലേറ്റ് ആവുമെങ്കിൽ വിളിച്ചു പറയും, എത്തിയതിന് ശേഷം മാത്രം താൻ ഇനി പോയാൽ മതി അവിടെ നിന്ന് പറയണേ. ഓക്കെ സാർ ഞാൻ അങ്ങനെ ചെയ്യുള്ളൂ എന്ന് വിക്രം മറുപടിയും പറയുന്നുണ്ട്. ഇതേ സമയം നമ്മുടെ ദേവരാജിനെ കാണാനായിട്ട് ഒരു MLA വരുന്നുണ്ട്. പൊളിറ്റിക്കൽ ലെവലിലൊക്കെ ദേവരാജിന് നല്ല പിടിപാടാണ്. അങ്ങനെ അവര് തമ്മിൽ പരസ്പരം ചേർന്ന് ഒരു കോംപ്രമൈസിന് വേദിയായിട്ട് ശ്രമിച്ചുവെങ്കിലും അത് നടന്നില്ല. അപ്പൊ അടുത്തൊരു സ്റ്റെപ്പ് എന്ന രീതിയിൽ ഇനി എന്താണ്, അപ്പം ഇവര് രണ്ട്, അതായത് ഇവരെ ഫാമിലിയെ കുറിച്ച്, വിക്രത്തെയും തരുണിനെയും കുറിച്ച് ഫുൾ ഡീറ്റെയിൽസ് ദേവരാജിന് കിട്ടുകയാണ്. അതായത് രണ്ടുപേരും ഒരു സ്ഥലത്താണ് ജോലി ചെയ്യുന്നത്, പക്ഷെ കുട്ടി കൂടെയില്ല. പക്ഷെ രണ്ടുപേര് ഒരേ സ്ഥലത്താണെങ്കിൽ രണ്ട് ക്വാർട്ടേഴ്സിലാണ്. അതെന്താ അപ്പൊ അങ്ങനെ എന്നൊക്കെ ദേവരാജൻ അയാളോട് ചോദിക്കുന്നുണ്ട്. അതറിയില്ല, എന്തായാലും ഈ ഓണത്തിന് മോൾ എന്തായാലും നാട്ടിലാണ്, മോക്ക് നമുക്ക് ഓണായിട്ട് ഒരു ഗിഫ്റ്റ് ഒക്കെ കൊടുക്കണ്ടേ, മോളെ ഒന്ന് കണ്ടേക്കാം. അപ്പൊ അവളുടെ അമ്മയ്ക്ക് ഒരു അടക്കോ ഒതുക്കോ ഒക്കെ അങ്ങ് വന്നോളൂ. കാരണം എന്ന് വെച്ചാൽ കുഞ്ഞിനെ ബ്ലാക്ക് മെയിൽ ചെയ്ത് വേദ ഈ കേസിൽ നിന്നും പിന്മാറിപ്പിക്കാനാണ് ദേവരാജൻ നോക്കുന്നത്. അങ്ങനെ അതിന്റെ പ്ലാനും കാര്യങ്ങളൊക്കെ അവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പക്ഷെ എന്തൊക്കെ ചെയ്തിരുന്നാലും നമ്മുടെ വേദ അതിലൊന്നും വീഴില്ല എന്നുള്ള കാര്യം അറിയാലോ. തരുണാണെങ്കിലും അങ്ങനെ തന്നെയാണ്. അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന നമ്മുടെ വിക്രം അത്തൊക്കെ അല്ലേ ഓണമൊക്കെ ആയി. അപ്പം എല്ലാവർക്കും ഓണക്കോടിയൊക്കെ എടുത്തുകൊണ്ട് വരെയാണ്. അപ്പൊ വീട്ടിൽ വന്നു കഴിയുമ്പോൾ മാഷിന് ആദ്യം കൊടുക്കുന്നുണ്ട്, പിന്നെ ആമിക്ക് കൊടുക്കുന്നുണ്ട്, പിന്നെ അരവിന്ദൻ ചേട്ടനും കൊടുക്കുകയാണ്. അപ്പൊ അരവിന്ദന് ഭയങ്കര സന്തോഷമാണ്. കാരണം ഒരു 5-8 കൊല്ലമായിട്ട് അങ്ങനെ ആരും തന്നെ ഓണപ്പുടവ് എന്നും എടുത്ത് എനിക്കും എന്റെ മോക്ക് തരാറില്ല. അപ്പൊ ഒരുപാട് സന്തോഷമുണ്ട് മോനെ എന്നൊക്കെ പറഞ്ഞ് കെട്ടിപ്പിടിക്കുകയാണ് നമ്മുടെ വിക്രത്തിനെ. അപ്പൊ ആമീന്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് വിക്രം, ഈ ഓണക്കോടിയൊക്കെ ഇഷ്ടമായോ? ഇഷ്ടമായി എന്ന് പറയണം കേട്ടോ. അങ്ങനെ ഇതേ സമയം നമ്മുടെ ഗൗരിക്കുട്ടിക്കും നമ്മുടെ അന്ന് അവര് വെള്ളിയാഴ്ചയല്ലേ, അപ്പം നമ്മുടെ വേദ വന്നപ്പോ ഒരുപാട് ടോയ്സും കാര്യങ്ങളും ഓണത്തിനുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ കൊണ്ടുവരികയാണ്. അങ്ങനെ വേദ ആദ്യം തന്നെ മോള് വാരി എടുത്ത് ഉമ്മ കൊടുക്കുകയാണ്. എന്റെ മോക്ക് ഓണത്തിന് വേണ്ടിയിട്ട് കുറേ ഗിഫ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ
ഗൗരിക്കുട്ടി ചോദിക്കാണ്, അമ്മ എനിക്ക് ഇതൊന്നും അല്ല ഇഷ്ടം. പിന്നെന്താ മോക്ക് ഇഷ്ടമെന്ന് വേദ ചോദിക്കുമ്പോ, അതെ എനിക്ക് ഒരു വാള് വേണം, ചമ്പുകന്റെ ഇരിക്കും പോലത്തെ വാള്. അപ്പൊ വേദ വിചാരിച്ചു യഥാർത്ഥത്തിൽ ഈ ബോഡി ഗാർഡിന്റെ കയ്യിൽ വല്ല കത്തിയോ വാളോ ഉണ്ടാവുമെന്ന്. അപ്പൊ എന്തിനാ അമ്മ അയാൾ ഈ വാളൊക്കെ കൊണ്ടു നടക്കണേ? കൊച്ചു വേണ്ടാത്തേക്ക് ചിന്തിക്കുന്നുണ്ടോ? എന്റെ പൊന്നു വേദ മോളെ, അവള് ചുമ്മാ ഓരോന്ന് ഇമാജിൻ ചെയ്ത് പറയണേ, കാർട്ടൂണിലെ കാര്യങ്ങളായിരിക്കും. യഥാർത്ഥത്തിൽ ബോഡി ഗാർഡിന് അയാൾ ഒരു പാവാ വേദ എന്നൊക്കെ പറയണേ. ഈ സമയം തന്നെ നമ്മുടെ തരുണും വരുന്നുണ്ട്, മോക്ക് ഒത്തിരി ഗിഫ്റ്റ് ഒക്കെ ആയിട്ട് വരുന്നുണ്ട്. അങ്ങനെ നമ്മുടെ വേദ അമ്മയ്ക്കും നമ്മുടെ ഗൗരിക്കുട്ടിക്കും ഓണക്കോടി കൊടുക്കുന്നുണ്ട്. പക്ഷെ തരുണിന് ഓണക്കോടി എടുത്തില്ല കേട്ടോ. പിന്നെ ഷീലയ്ക്കും മറ്റേ സർവന്റ് അവർക്ക് രണ്ടുപേർക്കും പൈസ കൊടുക്കാന്നാണ് വേദ പറഞ്ഞേക്കുന്നത്. അതേസമയം തരുൺ വേദയ്ക്ക് ഒരു ഗിഫ്റ്റ് ഓണത്തിനായിട്ട് കൊടുക്കുന്നുണ്ട്. ഗൗരിക്കുട്ടിക്ക് കുറേ ഗിഫ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ തരുണിന്റെ അമ്മയ്ക്ക്, പിന്നെ അവർക്ക് രണ്ടുപേർക്കും ഷീലയ്ക്കും അയാൾക്കുമായിട്ട് ആ സർവന്റിന് രണ്ടുപേർക്കുമായിട്ട് ഗിഫ്റ്റ് ഇത് കൊടുക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ തരുൺ അങ്ങ് കൊടുത്തിട്ട് പോകണം. അപ്പൊ നമ്മുടെ തരുണിന്റെ അമ്മ ചോദിച്ചു, അല്ല തരുണെ, മോന് ഓണക്കോടി ഒന്നും എടുത്തില്ലേ? ഏയ് സ്വന്തമായിട്ട് ഓണക്കോടി അങ്ങനെ എടുക്കാറില്ല, പിന്നെ മറ്റാരും ഓണക്കോടി എടുത്തും തന്നില്ല, അത് എടുത്തു തന്നാലല്ലേ അമ്മ നമുക്കൊരു സന്തോഷമുള്ളൂ. അങ്ങനെ തരുൺ അങ്ങ് പോകുമ്പോ വേദിയോട് നമ്മുടെ തരുണിന്റെ അമ്മ പറയും, മോളെ 5-6 കൊല്ലത്തോളം ആയില്ലേ, ഇപ്പോഴെങ്കിലും ഒരു ഓണക്കോടിയൊക്കെ അവനെടുത്ത് കൊടുക്കാലോ, പതിവില്ലാത്തൊരു ശീലമാക്കണ്ടെന്ന് കരുതിയിട്ട് അമ്മയെന്ന് പറഞ്ഞു. ഈ സമയം നമ്മുടെ ഗൗരിക്കുട്ടി പറഞ്ഞു, അതെ നാളെ നമുക്ക് അമ്മയ്ക്കും അച്ഛനും കൂടെ പോയി എനിക്കും കൂടെ ചെന്നിട്ട് അമ്മ അച്ഛൻ്റെ ഒരു ഓണക്കോടി എടുത്തു കൊടുക്കണം, എനിക്ക് ഇങ്ങും പറ്റില്ല എന്നപ്പോ വേദ പറയാം, പറ്റണം. അങ്ങനെ നമ്മുടെ ഗൗരിക്കുട്ടി കിടന്ന് ശാഠ്യം പിടിക്കുകയാണ് കേട്ടോ. അതായത് അങ്ങനെ മാറി നിൽക്കാൻ പറ്റില്ല, അമ്മയ്ക്ക് അച്ഛൻ ഗിഫ്റ്റ് തന്നിട്ടുണ്ടെങ്കിൽ അച്ഛനും അമ്മ ഗിഫ്റ്റ് കൊടുക്കണം. അങ്ങനെ പിറ്റേ ദിവസം നമ്മുടെ ഗൗരിക്കുട്ടിയുടെ നിർബന്ധത്തിന് വഴങ്ങി നമ്മുടെ വേദയും അതുപോലെ തരുണും മോളും എല്ലാരും കൂടെ പുറത്തൊക്കെ ഒന്ന് പോകുന്നുണ്ട്, ഓണക്കോടിയൊക്കെ എടുക്കുന്നുണ്ട്, അവരേതായിട്ടുള്ള കുറെ കാരണം മോൾ എപ്പോഴും പരാതിയാണ്, എന്റെ അച്ഛനും അമ്മയും ഒരുമിച്ച് പിന്നെ യാത്ര ചെയ്യുന്നില്ല, നിങ്ങൾ എന്തിനാ 2 കാറിൽ വരുന്നത്, അത് മാത്രമല്ല ഒരുമിച്ച് നമ്മളൊന്നും പോവാറില്ല, എന്റെ ഫ്രണ്ട്സ് ഒക്കെ എപ്പോഴും അങ്ങനെയാ, പിന്നെ അച്ഛനും അമ്മയും തമ്മിൽ എപ്പോഴും ജോളിയായിട്ട് സംസാരിച്ചിരിക്കും, നിങ്ങൾ സംസാരിക്കൽ വളരെ കുറവാണല്ലോ, അതെന്താ അച്ഛ എന്നൊക്കെ നമ്മുടെ ഗൗരിക്കുട്ടി 100 ചോദ്യങ്ങളാണ് തരുണിന്റെ അടുത്ത് ചോദിക്കുന്നത്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ആ വെക്കേഷൻ ഒക്കെ കഴിഞ്ഞ് അടുത്ത അവര് രണ്ടുപേരും ജോലി സ്ഥലത്തേക്ക് പോവാനായിട്ട് നിൽക്കുകയാണ്. ഇതേ സമയം നമ്മുടെ മാഷിനെ കാണാനായിട്ട് നമ്മുടെ വിനായകനും നന്ദിനിയും കൂടെ വരെയാണ്. കാരണം ഇങ്ങോട്ടേക്ക് താമസം വിക്രമും മാഷും മാറിയ ശേഷം 2 മക്കളും വന്നിട്ടില്ല. അങ്ങനെ വിനായകനും നമ്മുടെ നന്ദിനിയും കൂടെ വരുമ്പോഴത്തേക്ക് നന്ദിനിക്ക് ഒരു ടെൻഷൻ, ഒരു ഓട്ടോ വന്ന് ഇറങ്ങിയാണ്, അല്ല വിശ്വട്ടാ, അല്ല വിനായകേട്ടാ, നമ്മൾ ഇത്രയും നാളായിട്ടും അച്ഛനെ തിരിഞ്ഞു നോക്കാത്തത് കൊണ്ട് അച്ഛന് ഇനിയിപ്പോ ഒരു പരിഭവം ഉണ്ടാവോ? ഏയ് നീ പേടിക്കണ്ട, വിശ്വട്ടനും വന്നിട്ടില്ല, അതുകൊണ്ട് നീയെ കണ്ടു പതുക്കെ മനസ്സിലാക്കിയൊക്കെ നിന്നാ മതി, നമ്മുടെ ലക്ഷ്യം എന്താണ്, അത് വന്ന് പറയുക, നിറവേറുക, അത്രയേ ഉള്ളൂ, വേറെ ഒന്നും നീ പറയാൻ നിൽക്കണ്ട. അങ്ങനെ അവര് ചെല്ലണം. അപ്പൊ നോക്കുമ്പോ വീടൊക്കെ വലിയ വീടും സെറ്റപ്പും കാര്യങ്ങളാ. വിനായകൻ അപ്പൊ തന്നെ ചിന്തിക്കണം ഇത് എങ്ങനെ സെയിൽ ചെയ്യാൻ പറ്റും, കാരണം റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സും കാര്യങ്ങളൊക്കെ ആണല്ലോ വിനായകന്, ഒരു ബ്രോക്കർ പണി എന്ന രീതിയിൽ. അങ്ങനെ അതിന്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആലോചിച്ച് അവരകത്തോട്ട് ചെല്ലുമ്പം നമ്മുടെ ആമി കാണേന്. അപ്പൊ ആരാന്ന് ചോദിക്കുമ്പോ ഇവിടുത്തെ മാഷിന്റെ മകനാണ്, വിക്രത്തിന്റെ ഏട്ടനാണ്, ഇത് എന്റെ ഭാര്യ എന്നൊക്കെ പറഞ്ഞ് പരിചയപ്പെടുത്തും. അപ്പൊ അകത്ത് കയറി ഇരിക്കാൻ പറയുന്നുണ്ട്. അങ്ങനെ ആമിയുടെ അച്ഛനുമായിട്ടൊക്കെ സംസാരിക്കുകയാണ്. അപ്പൊ ഇത് വീടിങ്ങനെ പകുതിയായിട്ടാണ്, ഈ ഡോറ് തുറന്ന വീടൊന്നാണ്, പക്ഷെ ഇപ്പൊ അവര് അതുവഴിയാണ് മിക്കപ്പോഴും പോകുന്നത്, രാത്രിയിൽ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ മാത്രമേ അകത്ത് ഡോറ് തുറക്കാറുള്ളൂ എന്നൊക്കെ പറയാം. അപ്പം വിനായകൻ പതുക്കെ നമ്മുടെ അരവിന്ദന്റെ അടുത്ത് ഈ വീട് വിൽക്കാൻ താല്പര്യം ഉണ്ടോ, ആളുണ്ട്, അതാണ്. അപ്പം അരവിന്ദൻ പറയുന്നുണ്ട് ഒത്തിരി പേരുടെ ഷെയർ ആണ്, പെട്ടെന്നൊന്നും നടക്കില്ല. ഇത് കേട്ടോണ്ട് മാഷി വരെയാണ് കേട്ടോ. മാഷി വന്നിട്ട് പറയാം, ഓ നീ വന്ന് കയറുന്ന മുമ്പേ വിൽക്കാനുള്ള രീതിയാണോ വിനായക പറഞ്ഞുകൊണ്ടിരിക്കണേന്നും പറഞ്ഞ് മാഷി വഴക്കുറേ. അപ്പൊ പറയാ, അല്ലച്ചാ, വെറുതെ വർത്താനം പറഞ്ഞിരുന്നേ ഉള്ളൂ ഈ ചേട്ടനുമായിട്ട്. എന്തായാലും എന്തേ വന്നത്? ഒന്നുമില്ല, അച്ഛനെ കാണാനായിട്ട്, അച്ഛൻ ഇങ്ങോട്ട് മാറിയ ശേഷം ഞങ്ങൾ വന്നില്ലല്ലോ എന്ന് പറഞ്ഞു. വിക്രം എന്തേ? വിക്രം ജോലിക്ക് പോയി. അവൻ എന്തോ ഗുണ്ടാപ്പണി കിട്ടിയെന്നൊക്കെ ആണല്ലോ കേട്ടത്, നമ്മുടെ നന്ദിനി പറയും. അതല്ല, അവനൊരു ബോഡി ഗാർഡായിട്ട് പോവാ, ഒരു കുഞ്ഞിനെ നോക്കാനായിട്ട്. ഓ ആയപ്പണിയായിരുന്നല്ലേ, വിശ്വട്ടൻ പറഞ്ഞായിരുന്നു എന്ന് നന്ദിനി പറയുന്നുണ്ട്. നന്ദിനി എന്തും മുള്ളും മനയും വെച്ചല്ലേ പറയത്തുള്ളൂ, അതങ്ങ് ശീലമായല്ലോ നന്ദിനിക്ക്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ മാഷ് പറയുന്നുണ്ട്, വിനായക അതുവഴി പൊക്കോ, നമ്മുടെ വഴി അതാണ്, ഇത് അവരുടെ ഇതാണെന്ന് പറയാം. അങ്ങനെ നമ്മുടെ വിനായകനും നന്ദിനിയും കൂടെ പോകും. അപ്പൊ മാഷി നമ്മുടെ
അരവിന്ദേട്ടന്റെ അടുത്ത് പറയുന്നുണ്ട്, അതെ യവനെ സംബന്ധിച്ച് ആള് കുഴപ്പമൊന്നുമില്ല, പക്ഷെ യവനായിട്ട് അത് അടുക്കാതിരിക്കണേ നല്ലത്, വിൽക്കുന്നിടം കൊണ്ട് വിൽക്കാൻ നോക്കുന്നവനാണെന്നൊക്കെ പറഞ്ഞ് വിനായകന് പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് നമ്മുടെ നന്ദിനി ആമിയും പരിചയപ്പെട്ടു. അങ്ങനെ നന്ദിനിയുടെ അടുത്ത് പറയും, നീ ചായ ഇട. ആമി ചായ ഇടട്ടെ എന്ന് വെച്ചപ്പോ നന്ദിനി വേണ്ടാന്ന് പറഞ്ഞപ്പോ മാഷ് പറഞ്ഞു, ഒരു കാര്യം ചെയ്യുക നന്ദിനി, നീ എന്നെ ചായ ഇട്, ഞങ്ങൾക്കും ഇട്ട് അവർക്കും അരവിന്ദനും മോക്കും കൂടെ ചായ ഇടാൻ പറയും. അങ്ങനെ നമ്മുടെ നന്ദിനി ചായയൊക്കെ ഇടണം. വന്നത് ഇരട്ടിപ്പണി ആയോ എന്ന രീതിയിൽ നന്ദിനി പുറകുറുത്തോണ്ട് അകത്തോട്ട് കയറിപ്പോ. ഈ സമയത്ത് നമ്മുടെ വേദയും വിക്രമും പിറ്റേ ദിവസം വിക്രമിന് പോവാൻ സമയമായി. കാരണം വെച്ചാൽ തിങ്കളാഴ്ച സ്കൂള് അവര് പോകുന്നതിന് മുന്നേ അവിടെ എത്തണമല്ലോ. അങ്ങനെ നമ്മുടെ തരുൺ വിക്രമിനെ വരാറായോ എന്നും ചോദിച്ചു വിളിക്കാണ്. അത് സാറേ, എന്റെ ഏട്ടനും വൈഫും ഒക്കെ വന്നിട്ടുണ്ട്, ഞാനപ്പൊ നേരിട്ട് സ്കൂളിൽ അങ്ങ് വന്നോളാം, മോള് പൊക്കോട്ടെ എന്ന് ചോദിച്ചു. അപ്പം തരുൺ പറയും, ശരി ഞങ്ങൾ എന്നാ കൊണ്ടുവിടാന്ന് പറഞ്ഞു മോളെ. അങ്ങനെ തരുണും നമ്മുടെ വേദയും കൂടെ ചേർന്നിട്ട് നമ്മുടെ ഗൗരിക്കുട്ടീനെ സ്കൂളിൽ കൊണ്ടുവിടേന്. അപ്പം വേദയുടെ അടുത്ത് പറയാം, അതെ ഇന്ന് നമുക്ക് ഒരു കാറിൽ പോവാം. അപ്പം വേദ പറയും, ശരി എന്നാ എന്റെ കാറ് ഞാൻ ഫോളോ ചെയ്ത് ബാക്കി വരാൻ പറയാന്ന് പറയാം. അങ്ങനെ തരുണും വേദയും ഗൗരിയും കൂടെ ചേർന്ന് മോളെ സ്കൂളിലൊക്കെ കൊണ്ടുവിട്ട് ഭയങ്കര സന്തോഷമായിട്ട് അച്ഛനും അമ്മയ്ക്കും ടാറ്റയൊക്കെ കൊടുത്ത് ഗൗരിക്കുട്ടി ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞ് ഇങ്ങനെ പോവേന കേട്ടോ. ഈ സമയം നമ്മുടെ നമ്മുടെ വിക്രം വീട്ടിൽ നിന്ന് നേരെ തരുണിന്റെ വീട്ടിലോട്ട് വരെയാണ്. അപ്പം നമ്മുടെ തരുൺ വേദയോട് പറയും, വേദ നേരെ ജോലിക്ക് പോകാൻ വേണ്ടി വേദയുടെ കാറ് വന്ന് കിടപ്പുണ്ടല്ലോ, അതിൽ കയറാനായിട്ട് നിൽക്കുമ്പോ തരുൺ പറയും, വേദ ഇന്ന് എന്റെ കൂടെ വരാവോ? അതെന്താ ഇന്ന് പതിവില്ലാത്ത? അല്ല ഇന്ന് ഡ്രൈവർ ഇല്ല, ഞാൻ തന്നെ ഡ്രൈവ് ചെയ്യണം, അപ്പൊ എന്തെങ്കിലും പേഴ്സണലി നമുക്ക് മിണ്ടിയും പറഞ്ഞും പോവാലോ. അപ്പൊ ശരിയെന്ന് പറഞ്ഞിട്ട് വേദ ഡ്രൈവറിന്റെ അടുത്ത് നിന്നോട്ട് പറയും, ഞാൻ ഈ കാറിലാണ് പോകുന്നത്, കാറ് ഫോളോ ചെയ്ത് വരാൻ പറയാം. ഓക്കെ മേഡം എന്ന് പറഞ്ഞാൽ അയാള് ഇവരെ കാറിനെ പിന്തുടർന്ന് പോകും. അപ്പൊ ഈ സമയം കാറിനകത്ത് കയറുമ്പോൾ നമ്മുടെ തരുണും വേദയും കുറിച്ച് ചില കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. തരുൺ പറയണ, എനിക്ക് ചില കാര്യങ്ങൾ വേദയോട് പറയാനുണ്ട്, ഗൗരിമോളെ കുറിച്ചാണെന്ന് പറയാം. എന്താണ്? അപ്പൊ പറയും, അതെ ഇങ്ങനെ പോയാൽ പറ്റില്ല, ഗൗരിമോള് വേദ അമ്മ എന്ന രീതിയിൽ അത് ഒരുപാട് നീണ്ടുപോയാലും അവളുടെ ഉള്ളിൽ അതങ്ങ് പതിഞ്ഞു പോകും. അതുകൊണ്ട് അവള് സത്യങ്ങളൊക്കെ അറിയുന്നതല്ലേ വേദ നല്ലത്. ഇതിപ്പോ തന്റെ പെർമിഷന്റെ ആവശ്യമില്ല, പക്ഷെ എങ്കിലും ഇത്രയും നാളെ അവളെ മകളെ പോലെ സ്നേഹിക്കുന്നുണ്ട് ഈ നിമിഷം വരെ. അപ്പൊ അതുകൊണ്ട് തന്നോടും കൂടെ പറയാമെന്ന് കരുതിയിട്ടാണ്. അതുകൊണ്ട് അവളുടെ അടുത്ത് ഞാൻ സത്യങ്ങളൊക്കെ പറയാൻ പോകണമെന്ന് പറയാം. ഇത് കേട്ട് വേദ അന്തം വിടുകയാണ്. തരുൺ എന്തായി പറയണേ? ഇതിന്റെ സത്യാവസ്ഥ എന്താണ്? സ്വന്തം കുഞ്ഞാണ് വേദയുടെ, പക്ഷെ തരുൺ കരുതിയിരിക്കുന്ന തരുണിന്റെയും രാധികയുടെയും കുഞ്ഞാണ്. അപ്പൊ വേദ ഒരു നിമിഷം ഇങ്ങനെ പുറത്തോട്ട് നോക്കുമ്പോ നമ്മുടെ വിക്രം അങ്ങനെ പാസ് ചെയ്ത് ബുള്ളറ്റ് പോകും പോലെ തോന്നാ കേട്ടോ. അപ്പൊ വേദ അന്തം വിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. സ്റ്റോപ്പ് ദ കാർ എന്ന് പറയും വേദ. അപ്പോഴേക്കും തരുൺ എന്താ വേദ? അങ്ങനെ വേദ പെട്ടെന്ന് പുറത്തിറങ്ങുമെങ്കിലും ആ ബുള്ളറ്റ് പാസ് ചെയ്ത് പോകും. അപ്പം വേദ വിചാരിക്കും, എനിക്ക് തോന്നിയതാവും, ചിലപ്പോൾ വിക്രമിനെ കുറിച്ച് ഓർത്തിട്ട് കണ്ണിൽ അങ്ങനെ തോന്നിച്ചതാകും. കാരണം പക്ഷെ യഥാർത്ഥത്തിൽ വിക്രം അവിടെ പോയതായിരുന്നു കേട്ടോ. അങ്ങനെ വേദ പിന്നീട് നേരെ വേദയുടെ കാറിൽ കയറിയിട്ട് പെട്ടെന്ന് പോവുകയാണ്. അപ്പൊ തരുൺ വേദ എന്ന് വിളിച്ചെങ്കിലും എന്താ പറ്റിയെന്ന് ചോദിച്ചെങ്കിലും വേദ ഒന്നും പറയാനായിട്ട് നിന്നില്ല. അങ്ങനെ തരുൺ പിന്നെ ഒറ്റയ്ക്ക് വണ്ടി ഓടിച്ചുകൊണ്ട് പോവുകയാണ്. അപ്പൊ ഈ സമയം വേദ കാറിൽ ഇരുന്ന് കരയാണ്. കാരണം വെച്ചാൽ തന്റെ സ്വന്തം കുഞ്ഞിന് ഇത്രയൊക്കെ പദവിയും കാര്യങ്ങളും ഒക്കെ ജീവന അപകടത്തിൽപ്പെടാണ്ടൊക്കെ ഇത്ര ആയെങ്കിലും തന്റെ കുഞ്ഞിന്റെ മാതാവും പിതാവും ആരാണെന്ന് അറിയാനുള്ള ഒരു ഇതില്ല. അറിഞ്ഞാൽ തന്നെയും അത് ഇനി എങ്ങനെ ആയിരിക്കും എന്റെ മോളെ നമുക്ക് തിരിച്ചു കിട്ടുക, എനിക്കും എന്റെ വിക്രത്തിനും എന്നുള്ള ചിന്തകളൊക്കെ നമ്മുടെ വേദയുടെ ഉള്ളിൽ വരെയാണ് കേട്ടോ. എന്ത് ചെയ്യും എന്നുള്ള ഒരു പേടിയും ഭയവും ഒക്കെ. അപ്പൊ ഇതിന്റെ ഇടയിൽ നമ്മുടെ ദേവരാജൻ നമ്മുടെ ഗൗരിക്കുട്ടീനെ ഒന്ന് പേടിപ്പിച്ച് നമ്മുടെ വേദയെ കയ്യിലെടുക്കാനുള്ള വേലകളൊക്കെ ചിലത് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിനെ സംബന്ധിച്ചിട്ടുള്ള സീൻ കാര്യങ്ങളൊക്കെ മിക്കവാറും അടുത്ത എപ്പിസോഡിലായിരിക്കും. അപ്പൊ ഈ ഒരു എപ്പിസോഡിൽ ഇങ്ങനെയാണ് പോണത്. ഇനിയിപ്പോ നമ്മുടെ വേദ തരുണിനോട് ഒരു കാര്യം പറഞ്ഞിട്ടാണ് കാറിലോട്ട് കയറുന്നത്. അതായത് ഇപ്പൊ പറഞ്ഞല്ലോ എല്ലാ സത്യങ്ങളും ഗൗരിമോളെടുത്ത് തരുൺ പറയണോന്ന്. അപ്പൊ വേദ ഒരേ ഒരു കാര്യം തരുണിനോട് പറഞ്ഞായിരുന്നു. അതായത് വേറൊന്നുമല്ല, തരുണ് കുഞ്ഞിനോട് ഗൗരിമോളോട് പറയുന്നതിന് മുന്നേ തരുണിന്റെ അമ്മയുമായിട്ട് കാര്യങ്ങളൊക്കെ ഒന്ന് സംസാരിക്കാൻ പറയും. അപ്പൊ തരുൺ ഇങ്ങനെ ആലോചിക്കുക, അതെന്തായിരിക്കും വേദ അങ്ങനെ പറഞ്ഞതെന്ന്. അങ്ങനെ നമ്മുടെ തരുൺ ചിന്തിക്കുന്നുണ്ട്, വേദ എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞത്. അങ്ങനെ അമ്മയായിട്ട് എന്തായാലും കാര്യങ്ങളൊക്കെ സംസാരിക്കണം എന്ന രീതിയിൽ തന്നെ നമ്മുടെ തരുൺ ഇരിക്കുന്നുണ്ട്. അപ്പൊ ഗൗരിമോളുടെ കാര്യത്തില് ഇനിയിപ്പോ സത്യാവസ്ഥ ശരിക്കും പറഞ്ഞ തരുൺ അറിയുമോ എന്നുള്ളതാണ് എന്റെ ഒരു ടെൻഷൻ. മിക്കവാറും വേദ അല്ലെ ഈ വിക്രം
വിക്രമും വേദയും തമ്മിലുള്ള ഒരു മീറ്റിംഗ് കണ്ടുമുട്ടൽ വന്നു കഴിഞ്ഞാൽ ഒരു പക്ഷേ ഈ സത്യങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ നമ്മുടെ തരുൺ അറിയാൻ സാധ്യതയുണ്ട്. കാരണം വേദ എന്തായാലും വിക്രമിനെ കണ്ടു കഴിഞ്ഞാൽ വിക്രമിന്റെ കുഞ്ഞും കാര്യങ്ങളെല്ലാം വേദ പറയാണ്ട് എന്തായാലും ഇരിക്കില്ല. അപ്പൊ അത് എന്തായാലും തരുണിന്റെ ജീവിതത്തിൽ ഇനിയിപ്പോ ഒരു വലിയ ഷോക്ക് തന്നെയാണ് വരാനിരിക്കുന്നത്. അപ്പൊ നമുക്ക് എന്തായാലും കാത്തിരിക്കാം. നമ്മുടെ അടുത്ത ആഴ്ചയിലെ നമ്മുടെ പവിത്രം സീസൺ 2 വിശേഷങ്ങൾക്കായിട്ട് അപ്കമിങ് നമ്മുടെ വീക്കെൻഡോട് കൂടി തന്നെ ഞാൻ ഇടുന്നതാണ്. അപ്പൊ എല്ലാവരും നമ്മുടെ 5 പ്രൊമോ ഞാൻ ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെ ചുരുക്കി ഏകദേശം എല്ലാ എപ്പിസോഡുകളും ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം നമ്മുടെ പവിത്രം സീസൺ 2 അടുത്ത ഒരാഴ്ചത്തെ പുതിയ വിശേഷങ്ങൾക്കായിട്ട്. അപ്പൊ എല്ലാവർക്കും നല്ലൊരു ശുഭദിനം ഞാൻ പറയുന്നു. അതോടൊപ്പം നമ്മുടെ വീഡിയോസ് കേട്ട് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറന്നു പോകണ്ട. ഒപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോടെ സപ്പോർട്ട് ചെയ്യുക. അപ്പൊ എല്ലാവർക്കും നല്ലൊരു ശുഭദിനം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. താങ്ക്